കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയും നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. പ്രതിജ്ഞ. പാറപ്പുറത്ത്. പാറപ്പുറത്തിൻ്റെ പ്രതിജ്ഞ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. പാറപ്പുറത്ത് എന്നറിയപ്പെടുന്ന KE മത്തായി മലയാള കഥാസാഹിത്യ രംഗത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരിൽ പ്രമുഖരാണ്. തീവ്ര ജീവിതാനുഭവങ്ങളുടെ അക്ഷയമായ ഖനിയാണ് ഈ എഴുത്തുകാരൻ്റെ സമ്പത്ത്. സാധാരണ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളെയും അസ്വസ്ഥതകളെയും നിസ്സഹായതകളെയും തൻ്റെ കലാജീവിതത്തിൻ്റെ ഭാഗമാക്കിയ എഴുത്തുകാരനാണ് പാറപ്പുറത്ത്. 2 പതിറ്റാണ്ട് കാലത്തെ പട്ടാള ജീവിതം, മധ്യ തിരുവിതാംകൂറിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ, അതിജീവനത്തിനായുള്ള പരക്കം പാച്ചിൽ, ഇതൊക്കെ കൂടി പാറപ്പുറത്തിന് ഒരു മികച്ച കഥാകാരനാക്കി മാറ്റി. 19-ാം വയസ്സിൽ പട്ടാളത്തിൽ ഹവിൽദാരായി ചേർന്നു. 21 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തു. നാട്ടിലെത്തിയ ശേഷം സജീവ സാഹിത്യ പ്രവർത്തകനായി. സാഹിത്യപ്രവർത്തക സരണസംഘത്തിൻ്റെ ഭാരവാഹിയായി. പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ സാഹിത്യരചനകളിൽ സജീവമായിരുന്നു. 20-ൽ പരം നോവലുകളും 15ഓളം കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതി. മദ്യത്തിന് അടിമയായിപ്പോയ ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് പ്രതിജ്ഞ. 48 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയാണെങ്കിലും പ്രതിജ്ഞ ഇന്നും പ്രസക്തമാകുന്നത് മനുഷ്യഭാവങ്ങൾ സാർവകാലികമാണ് എന്നുള്ളതുകൊണ്ടാണ്. പാറപ്പുറത്തിൻ്റെ കഥാരചനാ കൗശലത്തിൻ്റെ മികച്ച മാതൃകയാണ് പ്രതിജ്ഞ. പാറപ്പുറത്തിൻ്റെ വായിച്ചിരിക്കേണ്ട 5 കൃതികൾ: തോക്കും തൂലികയും, ഒരമ്മയും 3 പെൺമക്കളും, കൊച്ചച്ചിയുടെ കല്യാണം, കീഴടങ്ങൽ, അളിയൻ. പ്രതിജ്ഞ. പാറപ്പുറത്ത്. വേദപുസ്തകം കയ്യിൽ വെച്ച് പാപ്പച്ചൻ കിഴക്കോട്ട് തിരിഞ്ഞ് മുട്ടിന്മേലിരുന്നു. ഭാര്യ എൽസിക്കുട്ടിയും മകൾ ബീനയും ഇടവും വലവും ഇരുന്നു. എൽസിക്കുട്ടി പ്രാർത്ഥിച്ചു. നിന്റെ കൽപ്പനകളെ ലംഘിച്ചവനെങ്കിലും മുടിയനായ പുത്രനെപ്പോലെ പശ്ചാത്താപത്തോടെ ഇതാ നിന്റെ മകൻ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. നീ ഇവന് മാപ്പ് കൊടുക്കണമേ. മോശെ മുഖാന്തരം നീ ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്ന 10 കൽപ്പനകളിൽ പലതും ഇവൻ ലംഘിച്ചിട്ടുണ്ട്. ഇവനോട് പൊറുക്കേണമേ. ഇവൻ്റെ സ്നേഹിതൻ മദ്യപാനദോഷം മൂലം ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് കടന്നുപോയ കാര്യം ഞങ്ങൾ അറിയുന്നു കർത്താവേ. തക്ക സമയത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരടയാളമായി ഞങ്ങളത് മനസ്സിലാക്കുന്നു. നിന്റെ തിരുവചനങ്ങളടങ്ങിയ പുസ്തകവും കയ്യിൽ വെച്ചുകൊണ്ടിതാ ഈ മകൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. ആയുസ്സുള്ള ഒരു കാലം ഈ മകൻ മദ്യപിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു. കർത്താവേ, നീ ഇവനെ അനുഗ്രഹിക്കണമേ. ഇവൻ്റെ മനസ്സിന് ബലവും ധൈര്യവും നൽകണമേ. നിന്റെ പാതയിലൂടെ നടക്കാൻ ഇവനെ ശക്തനാക്കണമേ. നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. ആമേൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
എൽസിക്കുട്ടിയുടെ മുഖമാകെ കണ്ണുനീരിൽ മുങ്ങിയിരുന്നു. 8 വയസ്സുള്ള ബീനയും അമ്മയോടൊപ്പം കരഞ്ഞു. പാപ്പച്ചനും കരയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണുനീര് വിടി. അമ്മ മരിച്ചപ്പോൾ പോലും കരയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എൽസിക്കുട്ടി മുഖം തുടച്ച് എഴുന്നേറ്റു. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേദപുസ്തകം വാങ്ങി ഷെൽഫിൽ വെച്ചു. നേരം വെട്ടം വീണ് വരുന്നതേയുള്ളൂ. പാപ്പച്ചൻ പറഞ്ഞു, ഞാൻ മലയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എൽസിക്കുട്ടിക്ക് സന്തോഷം തോന്നി. പറമ്പും കൃഷിയുമൊക്കെ ഉണ്ടെന്നുള്ള ഓർമ്മ വന്നല്ലോ. കാപ്പി കാലമാകുമ്പോഴേക്കും ഇങ്ങി വരണം. പാപ്പച്ചൻ മൂളി. പഴയ മഫ്ലർ കഴുത്തിൽ ചുറ്റി പാപ്പച്ചൻ പോകുന്നത് നോക്കി എൽസിക്കുട്ടി നിന്നു. ഇതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കട്ടെ. മുമ്പ് പലപ്പോഴും വാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ഒരു വഴിത്തിരിവുണ്ടാകാതെ വയ്യല്ലോ. 4 ദിവസം മുമ്പ് ആനിക്കാട്ടിലെ കുട്ടപ്പൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ സ്വപ്നം കാണുകയാണ് എന്നേ തോന്നിയുള്ളൂ. പതിവ് പോലെ തലേ രാത്രി 11 മണിക്ക് താളം പിടിച്ച് പാട്ടുപാടി കൂട്ടുകാരനെ വീട്ടിലാക്കിയിട്ട് പോയതാണ് കുട്ടപ്പൻ. 2 മണിക്ക് മരിച്ചത്രയും. എങ്ങനെ വിശ്വസിക്കും? എൽസിക്കുട്ടി ധൃതിപ്പെട്ട് കാപ്പി ഉണ്ടാക്കാൻ ഇടുങ്ങി. തൻ്റെ നയക്കുറവ് കൊണ്ടാണ് ഭർത്താവ് പിഴച്ചുപോയത് എന്ന് പരാതിയുണ്ടല്ലോ. പരാതി പറയുന്നവർക്കൊക്കെ പറയാം. മനസ്സ് വെറുത്താൽ പിന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ? സാമധാന ഭോഗങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കിയ ശേഷമാണ് മനസ്സ് വെടിഞ്ഞത്. വിട്ടുവീഴ്ചയ്ക്ക് എപ്പോഴും താൻ സന്നദ്ധയായിരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ കുടിച്ചിട്ട് വരുന്ന കാലത്ത് ഇതൊരു പതിവാക്കരുതെന്ന് സ്നേഹത്തോടെ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കലഹക്കാരിയായ സ്ത്രീ ചോർച്ച മാറാത്ത വീടിൻ്റെ മേൽക്കൂര പോലെയാകുന്നു എന്ന് ശലോമൻ പറഞ്ഞത് തനിക്കെപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ കുടി നിത്യത്തൊഴിലാക്കി മാറ്റിയപ്പോൾ ശരിയാണ്, താൻ പിണങ്ങി. കുടി മാത്രമോ? കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെളിവില്ല. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. പോട്ടെ, അതൊക്കെ ഇനി പഴയ കഥകൾ. ഓർമ്മിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. ബീനമോൾ പാഠപുസ്തകത്തിലെ എന്തോ സംശയം ചോദിക്കാൻ വന്നു. എൽസിക്കുട്ടി പറഞ്ഞു, ഇന്ന് മോൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി. വിവാഹം കഴിഞ്ഞിടയ്ക്ക് തന്നോളം ഭാഗ്യവതി മറ്റാരുമില്ല എന്ന് കൂട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു. സുമുഖൻ, ആരോഗ്യവാൻ, സ്നേഹസമ്പന്നൻ, കുഞ്ഞുങ്ങളെപ്പോലെ ശുദ്ധഹൃദയനും കുസൃതിക്കാരനും. എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഒരു കൊച്ചുകുട്ടികൾക്കെന്നോണം മധുരപലഹാരം വാങ്ങിക്കൊണ്ടുവരും. എന്ത് കാര്യമുണ്ടായാലും തൻ്റെ അഭിപ്രായമനുസരിച്ചേ ചെയ്യൂ. അന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൂട്ടുകാരുമായി ഒത്തുകൂടുമ്പോൾ ലഹരിയുള്ളതെന്തെങ്കിലും കഴിക്കുമായിരുന്നു. അന്നത് സ്നേഹത്തിൻ്റെ ലഹരി കൂട്ടാനേ സഹായിച്ചിട്ടുള്ളൂ. അത് മാരകമായൊരു രോഗത്തിൻ്റെ ആരംഭമായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞില്ല. പാപ്പച്ചൻ പടിയിറങ്ങി 50 വാര നടന്നപ്പോൾ പെൻഷൻ പറ്റിയ പോലീസുകാരൻ കുരുവിളേച്ചൻ എതിരെ വന്നു. പണ്ട് പോലീസിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രാകൃത രൂപം. അടുപ്പിൽ നിന്ന് വാരിയ ചാമ്പലും എരുത്തില്ല ചാണകവും ഒരു കൊച്ചുകുട്ടയിലാക്കി തലയിൽ വെച്ച് കൈപിടിക്കാതെ തല ഒരു വശത്തേക്ക് ചരിച്ച് ബാലൻസ് പിടിച്ച് നടന്നു വരുന്നു. തനിക്ക് കണ്ടമാനത്തരം ഒന്നുമില്ല. തേനീച്ചയെപ്പോലെ നുള്ളിയും പെറുക്കിയും നിരന്തരമായി അധ്വാനിക്കുന്നു. ഭാവത്തിലും സംസാരത്തിലും ഇതാണ് കുരുവിളേച്ചൻ പൊക്കി കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എഴുന്നേറ്റമില്ല. ഉള്ളിലെ പരിഹാസം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള കുരുവിളേച്ചൻ്റെ കുശലാന്വേഷണം. പാപ്പച്ചൻ എങ്ങോട്ടാ രാവിലെ? ഷാപ്പിലേക്ക് തന്നെയല്ലേ എന്ന് കൂട്ടിച്ചേർക്കാവുന്ന പാകത്തിലുള്ള ചോദ്യം. ഇളയത് 2 കോപ്പ അടിക്കാനാ, താൻ വരുന്നോ എന്ന സാധാരണഗതിയിൽ മറുപടി പറയാൻ മടിക്കുന്നവനല്ല പാപ്പച്ചൻ. പക്ഷേ ഇപ്പോൾ അടക്കി. മലയിലൊന്ന് നോക്കാൻ പോകുന്നു. താനൊരു പുതിയ ആളാണ്. കഴിഞ്ഞ കാര്യമൊക്കെ ഒരു ചീത്ത സ്വപ്നം പോലും മറക്കാൻ ആഗ്രഹിക്കുന്നു. കുരുവിളേച്ചൻ്റെ പരിഹാസം തനിക്ക് മനസ്സിലായെങ്കിലും ഗവനിക്കുന്നില്ല. പാപ്പച്ചൻ പറമ്പ് നോക്കാൻ ചെന്നത് കുടികിടപ്പുകാരനും സ്ഥിരം ജോലിക്കാരനുമായ തേവപ്പുലയൻ്റെ മകൻ തങ്കന് ഒരു വിശേഷ കാഴ്ചയായിരുന്നു. അല്ല, ഇത് മുതലാളിയല്ലയോ? ഇന്നെന്നാ പറ്റി ഇതുവഴിയൊക്കെ വരാൻ? എൻ്റെ പറമ്പ് നോക്കാൻ ഞാനല്ലാതെ പിന്നെ ആരാണ് വരേണ്ടത്? ചീനിക്കമ്പിട്ടിട്ട് 2 കള കഴിഞ്ഞിട്ട് മുതലാളി ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. ഇനി എന്നും കാണണം. എന്നാലല്ലേ എനിക്കൊരു കുപ്പി കള്ളടിക്കാനുള്ള കാശ് കിട്ടൂ. തങ്കനോടൊപ്പം നടന്ന് കൃഷിവകകളെല്ലാം നോക്കി. താൻ നേരിട്ട് വന്ന് അന്വേഷിക്കാറില്ലെങ്കിലും കപ്പയും കാച്ചിലും ചേനയും വാഴയുമൊക്കെ തളർച്ചു വളർന്നിരിക്കുന്നു. അതെല്ലാം അവളുടെ മിടുക്ക്. ഏറെ നാൾ കൂടി പാപ്പച്ചന് തൻ്റെ ഭാര്യയെക്കുറിച്ച് അഭിമാനം തോന്നി. വെയിലിന് ചൂടുപിടിച്ചപ്പോൾ മഫ്ലറെടുത്ത് ചുറ്റി വീട്ടിലേക്ക് മടങ്ങി. പാപ്പച്ചൻ വിചാരിച്ചു, ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കണം.
അതില്ലാത്ത കുഴപ്പമാണില്ല. എത്ര പ്രലോഭനങ്ങളുണ്ടായാലും ഉച്ചതിരിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. 4 പേരിൽ കുട്ടപ്പൻ പോയി. ഇനി ചിട്ടിക്കാരൻ വിജയൻ, കാർ ബ്രോക്കർ മാത്തുക്കുട്ടി എന്നിങ്ങനെ 2 പേരാണ് താനൊഴികെ കമ്പനിയിലുള്ളത്. ഈ 2 പേരുമായുള്ള സഹകരണങ്ങൾ കുറയ്ക്കണം. വഴിക്ക് വെച്ച് കാണുമ്പോൾ കുശലം പറയണം. അതിനപ്പുറത്ത് ഒന്നും വേണ്ട. സന്ധ്യ കഴിയുമ്പോൾ തന്നെ എൽസിക്കുട്ടിയെയും മോളെയും വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം. എന്നിട്ട് അത്താഴമൂണ് കഴിഞ്ഞ് നേരത്തെ കിടന്നുറങ്ങണം. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ശേഷം വ്യായാമത്തിനു വേണ്ടി എന്തെങ്കിലും അല്പം പണിയെടുക്കണം. എന്തെങ്കിലും ഒരു തൊഴിലിനെപ്പറ്റി ആലോചിക്കുകയും വേണം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ വിളിച്ചു വരുത്തിയതുപോലെയുണ്ട് കാർ ബ്രോക്കർ മാത്തുക്കുട്ടി മുമ്പിൽ നിൽക്കുന്നു. അങ്ങേ പടിയിട്ടതിൽ മാത്തൻ്റെ മകൻ പേർഷ്യയിൽ പോയി മടങ്ങി വന്ന ജോയിക്കുട്ടിയുമുണ്ട് കൂടെ. കാറിൻ്റെ ഏർപ്പാടുകൾ എന്തോ സംസാരിക്കുന്നു. കുട്ടപ്പൻ മരിച്ച ശേഷം പാപ്പച്ചനും മാത്തുക്കുട്ടിയുമായി ആദ്യം കാണുകയാണ്. പാപ്പച്ചൻ കുശലം ചോദിച്ചു, എന്താ മാത്തുക്കുട്ടി വിശേഷം? എന്തായാലും തനിക്ക് ഒരുപോലെ എന്ന മട്ടിൽ പാപ്പച്ചൻ നടന്നു. മാത്തുക്കുട്ടി പറഞ്ഞു, നിൽക്കു പാപ്പച്ച, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ജോയിക്കുട്ടിയെ വേഗം യാത്ര അയച്ചിട്ട് മാത്തുക്കുട്ടി പാപ്പച്ചനോടൊപ്പം നടന്നു. എന്ത് വിശേഷമാണ് പറയാനുള്ളത് എന്ന് ചോദിക്കും പോലെ പാപ്പച്ചൻ മാത്തുക്കുട്ടിയെ നോക്കി. മാത്തുക്കുട്ടി ഒന്നും മറുപടി പറഞ്ഞില്ല. കണ്ണിമയ്ക്കാതെ ഒട്ടുനേരം പാപ്പച്ചനെ നോക്കി. മാത്രമല്ല ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. എന്താ മാത്തുക്കുട്ടി കരയുന്നേ? പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാത്തുക്കുട്ടി പറഞ്ഞു, നമ്മൾ 4 പേരും ഒന്നിച്ച് നടന്നവരിൽ ഒരുത്തം പോയല്ലോ പാപ്പച്ച. ആ കരച്ചിൽ കണ്ടപ്പോൾ പാപ്പച്ചനും വികാരാധീനനായിപ്പോയി. കണ്ണുനീരുണ്ടായിരുന്നെങ്കിൽ പാപ്പച്ചനും കരഞ്ഞുപോയിനി. ശുദ്ധൻ, നല്ലവൻ, കൂട്ടുകാരെ ജീവനേക്കാളേറെ സ്നേഹിച്ചവൻ. നല്ലവർക്ക് ഈ ഭൂമിയിൽ ഇടമില്ല പാപ്പച്ച. ഇപ്പോൾ പാപ്പച്ച ശ്രദ്ധിച്ചു, മാത്തുക്കുട്ടി ഒരല്പം കഴിച്ചിട്ടുണ്ട്. പട്ട, അതിൻ്റെ ഗന്ധം ഒന്ന് പ്രത്യേകമാണല്ലോ. അവൻ്റെ മരണം എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല പാപ്പച്ച. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ മരിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു. പാപ്പച്ചൻ മാത്തുക്കുട്ടിയോടൊപ്പം ഉരിയാടാതെ നടന്നു. ഒന്നോർത്താൽ മാത്തുക്കുട്ടി പറയുന്ന ഓരോ വാക്ക് സത്യമാണ്. ഇത്ര കലവറയില്ലാത്ത സ്നേഹം മറ്റാരിലും താൻ കണ്ടിട്ടില്ല. കുടിച്ചാൽ മറ്റു 3 പേരെക്കാളും തൻ്റെ ഇടമായി നിൽക്കുന്നവൻ കുട്ടപ്പനാണ്. കൂട്ടുകാരിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടായാൽ അവരെ സുരക്ഷിത സ്ഥാനത്തിലെത്തിച്ച് കുട്ടപ്പൻ ഉറങ്ങും. എന്തെങ്കിലും കശവിശ ഉണ്ടായാൽ കുട്ടപ്പൻ മധ്യസ്ഥനാണ്. 4 പേരിൽ വെച്ച് മദ്യപാനദോഷം മനസ്സിനെയും ശരീരത്തെയും ബാധിക്കാത്തയാൾ കുട്ടപ്പനാണ് എന്നാണ് ഓർത്തത്. പക്ഷേ എല്ലാവരെക്കാളും മുമ്പേ കുട്ടപ്പൻ പോയി. കരൾ പിണ്ണാക്കുകെട്ട പോലെ അലിഞ്ഞുപോയിത്രേ. വർത്തമാനം പറഞ്ഞ് അവർ മാത്തുക്കുട്ടിയുടെ വീട്ടുപടിക്കലെത്തി. മാത്തുക്കുട്ടി ക്ഷണിച്ചു, പാപ്പച്ചൻ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് പോ. വേണ്ട മാത്തുക്കുട്ടി, എൽസിക്കുട്ടി നോക്കിയിരിക്കും. ഒന്ന് കയറിയച്ചങ്ങ് പോ. മാത്തുക്കുട്ടി കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വിഭാര്യനാണ് മാത്തുക്കുട്ടി. അമ്മയില്ലാത്ത 3 പെൺകുട്ടികൾ. വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ ആളില്ലാത്തത് കൊണ്ട് 10ാം സ്റ്റാൻഡേർഡ് പാസ്സാകും മുമ്പേ മൂത്ത മകൾ ജോയമ്മയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. കർത്താവിൻ്റെ ക്രൂശാരോഹണം കണ്ട് വിലപിക്കുന്ന കന്യാമറിയത്തിൻ്റെ മുഖം ഓർമ്മിപ്പിക്കുന്ന പെൺകുട്ടി. അവൾ ചിരിക്കുന്നത് പിന്നിതുവരെ കണ്ടിട്ടില്ല. ഇരിക്കൂ പാപ്പച്ച. പാപ്പച്ചൻ അർത്ഥമനസ്സോടെ ഇരുന്നു. മാത്തുക്കുട്ടി അരക്കൊപ്പി പട്ടയെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇന്നിച്ചിരി കഴിക്കണം. അവൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല, പാപ്പച്ചൻ പറഞ്ഞു. മാത്തുക്കുട്ടി നിർബന്ധിക്കരുത്. മാത്തുക്കുട്ടി പാപ്പച്ചനെ അടങ്കം കെട്ടിപ്പിടിച്ചു. നീ ഇന്ന് അങ്ങനെ പറയരുതളിയ, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം. അവൻ്റെ വേർപാടിലുള്ള ദുഃഖം ഇന്നോടെ എനിക്ക് മറക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഇതിനിടെ ഗ്ലാസും വെള്ളവും വന്നു. അല്പമൊഴിച്ച് മാത്തുക്കുട്ടി നീട്ടി. അപ്പോഴും പാപ്പച്ചൻ വിലക്കി. ഞാൻ കുടിക്കില്ല മാത്തുക്കുട്ടി, നീ ഇതങ്ങ് കുടി, ഇനി കുടിക്കണ്ട. പാപ്പച്ചൻ കുടിച്ചു. അത് കണ്ടു മാത്തുക്കുട്ടി പിന്നെയും പദം പറഞ്ഞ് കരഞ്ഞു. 2ാമത്തെ തവണ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറ്റബോധത്തോടെയാണെങ്കിലും പാപ്പച്ചൻ വിസമ്മതം ഒന്നും പറയാതെ വിഴുങ്ങി. അങ്ങനെ കുട്ടപ്പൻ്റെ മരണത്തിലുള്ള ദുഃഖാചരണത്തിൽ മുഴുകി പാപ്പച്ചനും മാത്തുക്കുട്ടിയും ഇരിക്കുമ്പോൾ 4ാമൻ ചെട്ടിക്കാരൻ വിജയനും അവിടെ എത്തിച്ചേർന്നു. വിജയനെ കണ്ടപ്പോൾ മാത്തുക്കുട്ടി കൂടുതൽ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. വിജയനെയും കരഞ്ഞു. ആ കൂട്ടക്കരച്ചിൽ കേട്ട് വഴിപോക്കരും അയൽക്കാരും വേലിയിറമ്പിൽ നിന്ന് നോക്കുന്നത് പാപ്പച്ചൻ കണ്ടു. അന്ന് വെളുപ്പിന് 2 മണിക്ക് വേണ്ടപ്പെട്ട ചിലർ കൂടി പാപ്പച്ചനെ പിടിവണ്ടിയിലിട്ട് മുറ്റത്ത് കൊണ്ടുവന്നെത്തിച്ചപ്പോൾ കത്തിച്ച റാന്തൽ വിളക്കുമായി എൽസിക്കുട്ടി കതക് തുറന്ന് ഇറങ്ങി വന്നു.
പാറപ്പുറത്തിൻ്റെ പ്രതിജ്ഞ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബൻസുകാർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ സാങ്കേതിക സഹായം ശരത് കഥയ മമ ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം.